സിംഗം ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കുന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ചെയ്തത്. പലരും പറഞ്ഞു എന്നോട് ചെയ്തത്. നിങ്ങൾക്ക് അതിന്റെ ഒരു ചെറിയ ഡോസ് ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഈ ചെറിയൊരു ഒരു ധൈര്യം ഉണ്ടായിരുന്നു, എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ധൈര്യം. പറയാൻ പറ്റില്ല, അത് നിങ്ങൾ പടം കണ്ടു കഴിയുമ്പോ മനസ്സിലാവും. പറയാൻ പറ്റില്ല, അത് നിങ്ങൾ പടം കണ്ടു കഴിയുമ്പോ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ അതാണ് എനിക്ക് ഈ പടത്തിൽ, അല്ലെങ്കിൽ ഇതൊരു എനിക്കൊരു കുടുംബ ചിത്രമാണ്. ഈ പടത്തിന്റെ കഥയല്ല ഞാൻ പറയുന്നത്. ഇതിൽ വളരെ അടുത്ത് പരിചയമുള്ള ഒരുപാട് ആൾക്കാർ ഈ സിനിമയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഫാമിലി എന്ന ഒരു കുടുംബത്തിലേക്ക് പോകുന്ന പോലെ തന്നെയായിരുന്നു ഇതിൻ്റെ അകത്ത് വന്നിരുന്നത്. പിന്നെ ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞത് എന്താ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ രണ്ടുപേരും സമ്മതിച്ചു തന്നു. രണ്ടുപേരും സംവിധായകരാണ്. പിന്നെ പടം എടുത്ത ആ പടത്തിന്റെ സീൻ എത്രത്തോളം ഭംഗിയായിട്ട് വരുന്നത് വ്യക്തമായ ധാരണയും ആഗ്രഹമുള്ള രണ്ടുപേരായിരുന്നു. അപ്പൊ അവര് സമ്മതിച്ച് യാതൊരു അത്ഭുതമില്ല അല്ലേ. ഇനി പടത്തിനെ കുറിച്ച് എല്ലാം ആദ്യം തന്നെ ബേസിൽ കയറി പറഞ്ഞു. ഇനിയിപ്പോ ഒന്നും ഇവരെ ഓരോരുത്തരോടൊന്നും ചോദിക്കരുതെന്നോ മട്ടില് എല്ലാ ഡീറ്റെയിൽസും ആദ്യം തന്നെ പറഞ്ഞു. ഇനിയിപ്പോ എന്താ സിംഗം കാര്യണ്ട്. അപ്പോ ഡയറക്ടർ സിംഗം മൂഡിൽ പിടിക്കാം എന്ന് പറയുമ്പോൾ ഷൂട്ട് തുടങ്ങാൻ 2 ആഴ്ചയുള്ളൂ. അപ്പൊ ഞാൻ ട്രെയിനറിൻ്റെ അടുത്ത് പറഞ്ഞു, ജിമ്മിൽ ബ്രോ 2 ആഴ്ചയുണ്ട്, സിങ്ക് ആവണം. ഇപ്പൊ അവരുടെ മനസ്സിൽ ഞാൻ പോലീസ് ജീപ്പിൽ ഇറങ്ങി വരുമ്പോൾ അവരുടെ മനസ്സിലുള്ള മ്യൂസിക് എന്നായിരിക്കും. അത് മാറ്റണം. ഷൂട്ട് തുടങ്ങുന്നതെന്ന് ഞാൻ പോലീസ് ജീപ്പിൽ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സിംഗം സിംഗം എന്നുള്ള മ്യൂസിക് ഇടാൻ തോന്നണം എന്ന് പറഞ്ഞു. അപ്പൊ ട്രെയിനർ എൻ്റെ അടുത്ത് പറഞ്ഞു, 2 ആഴ്ചയല്ലേ സാർ, ഇത് മിക്കവാറും അതാവാനേ വഴിയുള്ളൂ, സിങ്ക് ആവാൻ ഒരു സാധ്യത ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളതൊക്കെ വെച്ചിട്ട് കുറച്ച് സിങ്കുമായിട്ട് സിങ്ക് ആവാനും നോക്കി. അത്രേ ആണ് പ്രാവിൻകൂട് ഷാപ്പ്. നിങ്ങൾക്ക് അതിന്റെ ഒരു ചെറിയ ഡോസ് ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഈ ചെറിയൊരു ചിരി ഇവിടെ പച്ചയായ, ഇപ്പൊ ഇവര് പച്ചയ്ക്ക് ഇങ്ങനെ പറഞ്ഞത്, പച്ചയായ പെർഫോമൻസ് നിങ്ങൾക്ക് പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ കാണാം. ഇത്രയും നിങ്ങൾ എൻജോയ് ചെയ്തെങ്കിൽ പ്രാവിൻകൂട് ഷാപ്പിന്റെ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആ ഷാപ്പിലെ കുടിയന്മാര് ശരിക്കും നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഇത് പ്രതാപേട്ടൻ്റെ അടുത്ത് പറയാം, കാരണം പേരിലൊന്ന് ചേർക്കിയതുണ്ട്. രാമേട്ടൻ എന്നെ ഞെട്ടിച്ചു. കാരണം തൂമ്പ ഷോർട്ട് ഫിലിം കാണുന്നത് ഡയറക്ടർ അറിയുമെന്നറിയില്ല. ഷൂട്ടിന് തലേ ദിവസം എന്നുവെച്ചാൽ രാമേട്ടനെ പ്രതാപേട്ടനെ അഴിച്ചു തന്നു. സത്യം ഞാൻ കണ്ടില്ല. ഹായ്, ഞാൻ ചാർമി. എന്താ പറയാ, ഞാൻ എല്ലാവരും സംസാരിക്കാന്ന് വിചാരിച്ചത് മെയിൻലി സെറ്റിൽ കാണുന്ന പോലെയല്ല ഇവിടെ ആരും ഇരിക്കുന്നത്. നമ്മൾ സെറ്റിലോട്ട് പോകുമ്പം റെഡി ആയിട്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറ്. സോ ഇപ്പോഴാണ് ഓരോരുത്തരുടെ ഒരു ഒറിജിനൽ രൂപം കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരൊക്കെ എന്താന്ന് മനസ്സിലാവുന്നില്ല. സോ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ തന്നപ്പം കുറച്ചുകൂടെ മനസ്സിലായി. ഞാൻ ഈ സിനിമയിൽ ഞാൻ കുറച്ചാളിവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ച് അമേരിക്കയിൽ പോയിരുന്നു. എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു, തിരിച്ച് വന്നപ്പം ഒരു റാൻഡം ആയിട്ടായിരുന്നു അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റ്സ് പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് ഒരു കോൾ വരുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അവിടെ പോയി. ഡയറക്ടർ ശ്രീരാജു ഉണ്ടായിരുന്നു. ഇവരെന്നിട്ട് ഒരു സീക്വൻസ് പറഞ്ഞു, അത് ചെയ്ത് പെട്ടെന്ന് നോക്കുമ്പോൾ സിനിമ എല്ലാം തുടങ്ങി. അപ്പം നമുക്ക് ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ അറിയാം, അല്ലെങ്കിൽ പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ ട്രെയിലർ കണ്ടാൽ എന്നെ പോലെയല്ല കാണാൻ, ആസ് എൻ എൻ്റെ ഒരു ഒറിജിനൽ ഫിസിക് ആൻഡ് ലുക്ക് വൈസ്. അപ്പം അത് എങ്ങനെയാണ് ആ ഡയറക്ടർ അത് വിഷ്വലൈസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഇതിന് മുന്നേ കുറേ ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ലുക്കുള്ള ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻസ്. അങ്ങനെ ചാന്ദി അതുപോലെയല്ല കാണാൻ. അപ്പം ഇറ്റ് വോണ്ട് വർക്ക്. പക്ഷേ ശ്രീരാജിന് എന്തായാലും അങ്ങനെ കാണാൻ പറ്റി. അതെനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, വൈ എന്തിനാ ചാന്ദിനെ കാസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ലുക്കിൽ. പക്ഷെ ആൾ കാസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മെരിൻഡ എന്നാണ്. ഭയങ്കര ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഐ തിങ്ക് ഇവിടെ എല്ലാവരുടെയും ക്യാരക്ടേഴ്സിനൊരു ക്വർക്കിനെസ് ഉണ്ട്. ആൻഡ് ഇപ്പോൾ സൗദിക്ക് മറ്റേ കാലിനൊരു നോഡലുണ്ട്, ഒരു നെഡലിൻ്റെ ഒരു എക്സ്ട്രാ ഒരു ഇതുണ്ട്. അപ്പോൾ ഈ യുണീക്ക് ടച്ചസ് എന്തായാലും ഡയറക്ടർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എൻ്റെ ക്യാരക്ടറിനും തന്നിട്ടുണ്ട്. ഐ എം വെരി താങ്ക്ഫുൾ. ഇതിന് ഡബ് ചെയ്യാൻ പറ്റി. അതിന് കംപ്ലീറ്റ്ലി ഡയറക്ടറിൻ്റെ സപ്പോർട്ടാണ്. ആൻഡ് ഇതിന് എല്ലാത്തിലും ഒരു മെയിൻ പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അമ്പുക്കയാണ്. അമ്പുക്ക ഇപ്പം എല്ലാവരും പറയുന്നത് സെറ്റിൽ വന്ന ഒന്നും മിണ്ടില്ല, പക്ഷെ അമ്പുക്ക വരുമ്പോൾ ഒരു ഭയങ്കര ഒരു നല്ലൊരു ഫീലിംഗ് ആണ്. ഭയങ്കര ഒരു പോസിറ്റീവ് ആൻഡ് പ്ലസൻറ്റ് ഓറയാണ്. ആൻഡ് ഷൈജുക്കിനെ പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ആ ഫ്രെയിംസിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ആള് ഭയങ്കര നന്നായി പറ്റി.
പിന്നെ ഇപ്പം എല്ലാവരും ലിസ്റ്റ് ചെയ്യണം. എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ ആൻഡ് സൗണ്ട് ഡിസൈൻ എല്ലാവരാണെങ്കിലും ഇപ്പോൾ ഷഫീഖാണ് എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ വിഷ്ണു വിജയ് ആൻഡ് സൗണ്ട് ഡിസൈനേഴ്സ് വിഷ്ണു ഗോവിന്ദ്. ഇവരെല്ലാവരും അവരുടെ രീതിയിൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. സോ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനും സബിക്കും മുന്നേ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല. സോ ഡാറിൻ്റെ ബന്ധവും CIA-യും, പക്ഷെ ഇപ്പോൾ കോമ്പിനേഷനായിട്ട് അഭിനയിക്കാൻ പറ്റി. ഇവിടെ ഒരാളും കൂടി കോമ്പിനേഷൻ കിട്ടി. അത് രണ്ടുപേരും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടൈപ്പ് ആക്ടേഴ്സാണ്. അപ്പോൾ ആ സീക്വൻസസും നിങ്ങൾ കണ്ടാലറിയാം, ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. പിന്നെ എനിക്ക് രാജി മാമിൻ്റെ കൂടെ സീക്വൻസസ് ഉണ്ടായിരുന്നു, ബാക്കി അങ്ങനെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും കൂടിയാണ് ഉണ്ടായിരുന്നത്. സോ ആ സീക്വൻസസ് ഇറ്റ് വാസ് വെരി ഫൺ. അത് ക്യാരക്ടർ വൈസ് ആണെങ്കിലും ഐ തിങ്ക് ഡെഫിനറ്റ്ലലി ഡയറക്ടറിൻ്റെ ഒരു വിഷൻ നമുക്ക് എല്ലാവർക്കും കൊണ്ടുവരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും സിനിമ കാണും, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.